അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇന്ന് പറയാൻ പോകുന്ന അറിവ് വളരെ പവർഫുള്ളാണ്. എല്ലാവരും മുറുകെ പിടിച്ചോ, വിട്ടുകളയേണ്ട. സാമ്പത്തിക വിഷമങ്ങളുള്ളവർ, കയ്യിൽ പൈസ ഇല്ലാത്തവർ എല്ലാവരും ചൊല്ലുക. മാറ്റമുറപ്പാണ്. നീ പോലുമറിയാതെ നിന്റെ കയ്യിൽ പൈസ വന്നു ചേരും. നീ ഈ ദിക്ർ പതിവാക്കുക. അല്ലാഹുവിൻ്റെ മഹത്തമായ ഒരു നാമമാണ് യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ. ഈ ദിക്ർ പതിവാക്കി വരുന്നവർക്ക് സാമ്പത്തികം ഉണ്ടാകൽ അനിവാര്യമാണ്. അതായത് സാമ്പത്തിക വരുമാനം അവനിൽ വന്നു നിറയുന്നതാണ് ഇൻഷാ അല്ലാ. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും യാ വഹാബ് എന്ന നാമം പതിവാക്കി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുന്നതാണ്. അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരുന്നതുമാണ്. ആരെങ്കിലും സുജൂദിൽ കിടന്ന് യാ വഹാബ് എന്ന നാമത്തെ 7 തവണ പതിവാക്കിയാൽ അല്ലാഹു അയാളുടെ ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ സമ്പന്ന സമൃദ്ധിയുള്ളവനാകും. ഭൗതികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം പതിവാക്കി ചൊല്ലുക. മഹാനായ സുലൈമാൻ നബി വസ്സലാത്തു വസ്സലാമു ഭൂലോക ഭരണവും മറ്റും ലഭിച്ചത് ഈ ദിക്ർ മൂലമാണെന്ന് കിതാബുകളിൽ കാണാം. ഉളൂ ചെയ്തുകൊണ്ട് ഈ ഇസ്മിനെ പതിവാക്കുക. ഫലം ഇരട്ടിയാകും. അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് യഥേഷ്ടം ചൊല്ലാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.